ഹലോ നമസ്കാരം. അപ്പോൾ ഇത്തവണ നമ്മൾ ചെറിയൊരു സൈക്ലിംഗ് പ്ലസ് വാൻ ക്യാമ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളൊരു പഴയ വാൻ എടുത്ത് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് അത്യാവശ്യം ട്രിപ്പൊക്കെ പോകുന്ന രീതിയിൽ സജ്ജീകരിച്ചെങ്കിലും അങ്ങനെ കാര്യമായ ക്യാമ്പിംഗ് ഒന്നും നടത്തിയിട്ടില്ലായിരുന്നു. ബിസിനസ് ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഈ വാൻ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ചെന്നൈയിൽ നിന്നൊരു വീക്കെൻഡ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെന്നൈ വെല്ലൂരിനടുത്തുള്ള ജവാദു ഹിൽസിലേക്കൊരു സൈക്ലിംഗ് ട്രിപ്പായിട്ട് പോവാണ്. അപ്പോൾ 2 പേര് 2 NTV സൈക്കിള്. ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ 2 പേര്. അപ്പോൾ നമ്മുടെ കൂടെ പല ട്രിപ്പുകൾക്കും കൂടെ വന്നിട്ടുള്ള സഹസഞ്ചാരിയാണ് ഈ സൈക്കിൾ ട്രിപ്പിനും കൂടെ വരുന്നത്. ജവാദു ചെറിയൊരു മിനി ഹിൽ സ്റ്റേഷൻ എന്ന് വേണേൽ പറയാം. അപ്പോൾ അവിടെ കുറച്ച് റിമോട്ട് വില്ലേജുകളും പിന്നെ കുറച്ച് ഓഫ് റോഡ് ട്രെയിൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലെ കൂടെ ഒക്കെ ഒരു ദിവസം ഫുള്ള് NTV സൈക്കിൾ ചവിട്ടുക, നൈറ്റ് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുക, എന്നിട്ട് അവിടെ കുക്ക് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു ഐഡിയയിലാണ് പുറപ്പെടുന്നത്. അപ്പോൾ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 6:30 മണിയോടുകൂടി ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് ഒരു 210 കിലോമീറ്ററേ ഉള്ളൂ ജവാദു ഹിൽസ്. രാത്രി ആയതുകൊണ്ട് വലിയ സ്പീഡിൽ പോകണില്ല. ഓൾമോസ്റ്റ് 5 മണിക്കൂറോളം എടുത്ത് അവിടെ ചെന്നപ്പോൾ. ഇന്നലെ രാത്രിക്ക് ഇവിടെ വന്നാണ് പാർക്ക് ചെയ്ത്. അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട്, അതുകൊണ്ട് അതിനടുത്ത് തന്നെ നോക്കി പാർക്ക് ചെയ്തപ്പോൾ രാവിലെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ സൗകര്യമുണ്ടല്ലോ. നമുക്ക് രാത്രിക്ക് വന്ന് സൈക്കിൾ രണ്ടും താഴെ ഇറക്കി വെച്ചു. വണ്ടിയുടെ ലാഡറുമായിട്ട് ലോക്ക് ചെയ്തിട്ടിട്ട് നമ്മളകത്ത് കിടന്നുറങ്ങി. 5:30 ആയപ്പോൾ തന്നെ എണീറ്റു. നേരെ പല വെളുത്ത് വരുന്നു. മോർണിംഗ് കോഫി റെഡി. So ready for Javadu cycling? Action, camera rolling. So 2 cycles are ready. 2 riders are also ready. First வந்து வேற என்ன பண்ணோம்? This was the one. We will come back in the evening and set it up again. രാവിലെ ചെറിയ തണുപ്പുണ്ട്. ജവാദു ഹിൽസ് വണ്ടി സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് അതൊക്കെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു കണക്കൂട്ടലാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ഔട്ട്ഡോർ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം വേറെ എവിടെയെങ്കിലും കൊള്ളാവുന്ന ഒരു സ്ഥലം കണ്ടിട്ട് അവിടെ ക്യാമ്പ് ചെയ്യാൻ പ്ലാൻ. രാവിലെ ഇതാണ് ജമുനമർത്തൂറിലെ ജവാദു മലയിലെ ബസ് സ്റ്റാൻഡാണ് ജമുനമർത്തൂർ. ബസ് സ്റ്റാൻഡിൽ രാവിലെ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. രാവിലെ ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഒരു ബേക്കറി ഓപ്പൺ ആയിട്ടുണ്ട്. ബേക്കറിയിൽ കോഫി പറഞ്ഞു. ബേക്കറി കോഫി കുടിച്ചിട്ട് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി. സുഡ ഇഡ്ലി, വട, ദോശ ഓൾസോ കമ്മിങ്. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഡ്ലി വട കഴിച്ചിട്ട് ജവാദു റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ മാർക്കറ്റൊക്കെ ആക്റ്റീവ് ആവുന്നുണ്ട്. പൂക്കടകളും പഴക്കടകളും ഒക്കെ തുടങ്ങി. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ നേരെ താഴെ ഇറങ്ങി വെല്ലൂർക്കുള്ള വഴി. വാൻ അവിടെയാണ് കിടക്കുന്ന. ആ റോഡിലാണ് വാനിട്ടേക്കുന്ന. ഈ റോഡ് പോയാൽ ഇച്ചിരൂടെ സീനിക്കായിട്ടുള്ള റോഡാണ്. അതിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് എന്നത് സ്കൂളാ, പൂങ്കാ പാർക്കിലാ. இது வழி எங்கே போகுது? ரைட். இந்த மாதிரி ஒரு ட்ரெயில் நாங்கள் லாஸ்ட் டைம் வரும்போது அங்கேருந்து ஏறிட்டு இப்படி ஏதோ எக்ஸிட் ஆன மாதிரி ஞாபகம். இந்த போர்டு நான் பார்த்துருக்கேன். அதாவது பீட்டர் கூட அதான் அந்த கோயிலெல்லாம் இருக்கும். அங்கேருந்து உள்ளே போய் இது ஒரு ட்ரைபல் செட்டில்மெண்ட் உள்ள மங்கீஸ். மங்கி பாய்.
ഒരു 15 കിലോമീറ്റർ കഴിഞ്ഞ് ചെറിയൊരു ഹൈഡ്രേഷൻ ബ്രേക്ക്. റോളിംഗ് ടെറൈനാണ്, ക്ലൈമ്പുണ്ട്. സ്റ്റീപ്പെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് ക്ലൈമ്പൊക്കെ ഉണ്ട്. ഇങ്ങനത്തെയൊക്കെ ക്ലൈമ്പാണ്. ഇതുവരെ ടാറുള്ള റോഡാണ്. ഇച്ചിരി കഴിയുമ്പോൾ ഒരു ട്രെയിൽ എടുക്കാമെന്നുള്ള ഐഡിയയിലാണ്. രാവിലെ വലിയ ചൂടില്ല. ചിന്ന ഒരു ക്ലൈമ്പ്. ചെറിയൊരു ഹൈഡ്രേഷൻ ബ്രേക്ക്. റോഡിൽ കൂടെ ചെറിയൊരു കടലോട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. വെള്ളം കുറവാണിപ്പോൾ. ക്ലൈമ്പ് முடிஞ்சு கொஞ்சம் பெட்டரான மாதிரி ஒரு ஃபீல். 4-15 அந்த இடம் அங்கேருந்து 11 கிலோமீட்டர் தான் காட்டணும்ல. சூப்பர். இப்படி இருக்கணும் ரோடில். അല്ല அந்த 11 கிலோமீட்டர் ஆயிடுச்சு இல்லைல்ல? யா ஐ திங்க் அந்த அந்த மலையெல்லாம் இருக்குல்ல, அந்த பக்கம் தான் அதுக்குள்ளே தான் போகும். அப்படி போகுமா? பாருங்க, அந்த 11 கிலோமீட்டர் ஆயிடுச்சுன்னு பாருங்க. இதுதான் ஞாபகம் இருக்கு. இந்த கல்வெட்டு இங்கே வந்து இந்த மேலே இருக்குல்ல, இதோ இந்த ரோடு, இதில் போனால் இதோட கொஞ்சம் அங்கே வரும். அங்கேனா கொஞ்சம் இறங்கி குளிக்கிற மாதிரி கொஞ்சம் நீட்டாக இருக்கும். இங்கே வந்து எல்லோரும் இறங்குறதுனால கொஞ்சம் இதாக இருக்கும். அந்த பக்கம் நாங்கள் அங்கே போய் தான் குளித்தோம், ஞாபகம் இருக்குது. ஸோ ഇവിടുന്ന് 11 കിലോമീറ്റർ കഴിഞ്ഞാൽ കുട്ടക്കര വരും. ഇവിടുന്ന് റോഡ് കഴിഞ്ഞ് ട്രെയിൽ വരും. ട്രെയിൽ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്ന 11 കിലോമീറ്റർ കുട്ടക്കര. അവിടുന്ന് പിന്നെ നമ്മൾ ഇന്നലെ വന്ന വഴി മെയിൻ റോഡിൽ കയറും. മെയിൻ റോഡിൽ നിന്ന് പോവാം. പ്രശ്നമില്ല. അപ്പോൾ ഇവിടം വരെ നമുക്ക് മെയിൻ റോഡ് കിട്ടി. ഇനി ഇവിടുന്ന് അകത്തോട്ട് ഒരു 11 കിലോമീറ്റർ പോയാൽ നമ്മൾ ഇന്നലെ വൈകിട്ട് വന്ന ആ മെയിൻ റോഡിൽ ചെല്ലും. ഇപ്പോൾ ഈ 11 കിലോമീറ്റർ ട്രെയിലാണ്, ഓഫ് റോഡ് ട്രെയിലാണ്. അപ്പോൾ റോഡിൽ കൂടെ ഉള്ള രാവിലത്തെ 2 മണിക്കൂർ കഴിഞ്ഞ് മണി ഇപ്പോൾ 10:30 ആകാറായി. രാവിലെ 8 കഴിഞ്ഞപ്പോൾ തിരിച്ചാണ്. ഇപ്പോൾ മണി
10:30 ഒരു ടീ കുടിക്കലാമാ. അപ്പോൾ ഒരു ടീ ബ്രേക്ക്. ഇവിടുന്ന് 11 കിലോമീറ്റർ അകത്തോട്ട് പോയാൽ നമ്മൾ ഇന്നലെ വന്ന റോഡിൽ ചെല്ലും, മെയിൻ റോഡിൽ. അപ്പോൾ ഇന്നിയുള്ള 11 കിലോമീറ്റർ ട്രെയിലാണ്, ഓഫ് റോഡ്. അപ്പോൾ ഒരു കോഫി കുടിച്ചു, ടീ കട വന്നൊരു ഇൻസ്റ്റൻറ്റ് കോഫി കുടിച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു വൈ ജോയിൻ്റ് നേരെയാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ റോഡൊക്കെ പണ്ടത്തെക്കാട്ടി ഡെവലപ്പ് ആയിരുന്നു. 3 വർഷം മുമ്പ് നമ്മൾ മോട്ടോർ സൈക്കിളിൽ വന്നപ്പം ഇത്രയും ഇല്ലായിരുന്നു. റോഡൊക്കെ ഇച്ചിരൂടെ മൺപാതകളായിരുന്നു കൂടുതലും. ഇതിപ്പോൾ കുറച്ച് നാൾ മുമ്പൊക്കെ ടാറിട്ട് പിന്നെ ടാറ് പൊളിഞ്ഞ് പോയതാണെന്ന് തോന്നുന്നു. കുറച്ച് ഭാഗമൊക്കെ ടാറുണ്ട്. വൈ ജംഗ്ഷൻ, ഇവിടെ നിന്ന് നേരെ പോകണം. യെസ്, இங்கே தண்ணியே கம்மியா? இங்கே தண்ணி இருந்தது ஆக்சுவலாக. ஒரு வாட்டி பீட்டர் கூட நாங்கள் வண்டி எடுத்துகிட்டு வந்தோம். பீட்டர் ஃபார்ச்சுனர் 4-wheel டிரைவ். நான் அப்போ சுமோ கிராண்டே வச்சுருந்தேன், அது போகவே இல்லை. அப்புறம் நாங்கள் இந்த பக்கம் பார்க் பண்ணிவிட்டு பார்த்து லைட்டாக வழுக்கும். குட். இப்போ ஒரு சில இடத்துல இப்படி தான் தள்ளனா தான் போக முடியும். നല്ല സ്റ്റീപ്പ് ക്ലൈമ്പാണ് ഇടയ്ക്കെല്ലാം. ഫസ്റ്റ് ഗിയറിലിട്ട് പെഡൽ അസിസ്റ്റിൽ നമ്മൾ പതുക്കെ കയറാൻ നോക്കുകയാണ്. ബ്രോക്കൺ റോഡായതുകൊണ്ട് ചവിട്ടിയാൽ എത്തുമെന്ന് അറിയത്തില്ല. കുഴപ്പമില്ല, കയറി. കുത്തക്കര கும்பக்கரை நேர கும்பக்கரை, அந்த கும்பக்கரை தாண்டி ஜமன மட்டும் கும்பக்கரை அந்த வழியில் அப்படி போயிருக்கீங்களா? இல்லை, இப்போ இப்படி வந்து அங்கேருந்து காலையில் ஸ்டார்ட் பண்ணேன். ஒரு ரவுண்ட் அப்படி அடித்து வண்டி அங்கே தான் விட்டுருக்கு. கும்பக்கரை இல்லை, குட்டக்கரை மாறி போயிடுச்சு சொன்னது. ஒரு வாட்டி தான் படித்ததுனால ஞாபகத்தில் வரல. ரொம்ப நாள் முன்னாடி பைக்கில் வந்திருக்கு ஒரு வாட்டி, ஒரு 5-6 வருஷம் முன்னாடி. அதுக்கப்புறம் இப்போ தான் வரேன். முன்னாடி அங்கே வந்த ஊர்லேருந்து அடுத்தது வந்து சின்னதாக ஒரு சந்து மாதிரி தானே வரும். இந்த மாதிரி ரோடு பார்க் ஃபுல்லாக இருக்கா? இல்லை, ஒரு சின்ன இப்படி மலை ஏறுதில்லை. அப்படிதான் ஞாபகம். பைக்கில் வரும்போது ஞாபகம் இருக்கு, அதான் கேட்டேன். லாஸ்ட்டில் போயிட்டு ரைட்டில் கொஞ்சம் புரியுதா? தள்ளிடல, சைக்கிள் தானே, பிரச்சனை இல்லை, தள்ளிடலாம். இல்லப்பா, നല്ല വെയിലായി, വെയിലും കൂടുതലായി. നല്ല സ്റ്റീപ്പ് ക്ലൈമ്പായിപ്പോൾ. ക്ലൈംബോർഡ് ക്ലൈമ്പാണ്, സ്റ്റീപ്പ് ക്ലൈമ്പാണ്. So Prashanti, how is Javadu trail climb, steep climb? Come on. Next ഒരു ക്ലൈംബ് ഉണ്ട്.
கொஞ்சம் இதோட கீழே அந்த பக்கம் இறங்கின்னு வச்சுக்கோங்களேன். கொஞ்சம் அங்கே போய் நாங்கள் குளிச்சிருக்கு அந்த சைடு. ஸோ அங்கே கூட இதோட நல்லாயிருக்கு. அதாவது அது கொஞ்சம் டிப்பு அந்த ராக்ஸ் இருக்குல்ல, அது கீழே നല്ലയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു വാട്ടർ ബോഡി കൂടെ ചെറുതായിട്ട് റോഡിൽ കൂടെ വെള്ളം ഒഴുകുന്നു. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്, അധികം ആഴമില്ല. വില്ലേജ് വ്യൂ ഇതെല്ലാം പുതുസാണ് റോഡ്. இங்கேயே நல்லாயிருக்கும் குளிக்கிறதுக்கு. டைம் ஃபார் அனதர் கிளைம். அப்படியே லாஸ்ட் கியரை போட்டு இப்போ வேணால் அந்த போனதுக்கப்புறம் ட்ரை பண்ணுங்க, அப்படியே ஏறும். ഒരു 4 വർഷം മുമ്പൊന്നും ഇവിടെ ടാറ് വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചവിട്ടാൻ എളുപ്പമുണ്ട്. 4 വർഷം മുമ്പ് ബൈക്ക് വരുമ്പോൾ ഇവിടെ ടാറൊന്നും ഇല്ലായിരുന്നു. നല്ലൊരിറക്കം. അപ്പോൾ 2 നിമിഷം, അപ്പോൾ 2 മിനിറ്റ് ചവിട്ടാതിരിക്കുക. கூடக்கரை எவ்வளோ தூரம்? எவ்வளோ? 6 அவ்வளோதானா? ஓ, நான் நினச்சேன் ஜாஸ்தி இருக்குன்னு. இல்லை, அது தெரியும் எனக்கு. இல்லை, அந்த மெயின் ரோடு போகிறதுக்கு தான் கேட்குறேன். அதான் கேட்டேன். ஓ, குட்டக்கரையிலேருந்து 5 கிலோமீட்டர். நாங்கள் இதுக்குள்ளே வந்தோம். ஊருக்குள்ளே பைக் இப்படி தான் ஏற்றின பைக்கு. அந்த இது உள்ளே இருந்து சின்ன, நான் சொன்னதில்ல, சின்ன சந்து மாதிரி இருக்குன்னு. ஸோ இந்த டைரக்ஷன் இல்லைன்னு நினைக்கிறேன். ஊருக்குள்ளே தான் போய் போகணும்னு நினைக்கிறேன். பைக்கில் அப்படி தான் வந்து கடையில் இருக்க உள்ள ஞாபகம் இருக்குது. இப்படி தான் பைக்கில் அன்றைக்கி வந்து பைக் இப்படியெல்லாம் ஏற்றின ஞாபகம் இருக்குது. இதில் ஏற்றிருக்கு. அப்போது இந்த 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 இதில் போகலாம். இப்படி ஏறி வந்து இங்கே வந்து யூட்டர்ன் அடித்து இதில் தான் ஏற்றினேன். இது கடையில் இருந்தது. அந்த சைடு நினைக்கிறேன். இந்த பக்கம் இப்படி போங்க. நான் இங்கே டெட் எண்டு மாதிரி தெரியுது. இந்த பக்கம் இந்த ரைட்டு. எல்லோரும் ஏதோ ஃபார்ம் லேண்டு போயிருக்கோம் வேலை பண்ணுறதுக்கு. ஓ, கடையெல்லாம் கூட இருந்துருங்க. நம்ம மெயின் ஏரியா விட்டு போச்சு. மோட்டார் சைக்கிள் இருக்குது பார்த்தீங்களா? இங்கே இருக்கு மோட்டார் சைக்கிள் வரும். ஆப்பா, கொஞ்சம் தண்ணி. நான் நினச்ச ஏதோ கடை இருக்கும். நீங்கள் நான் இருந்தது ஆக்சுவலாக நாங்கள் ஞாபகம் இருக்குது. சின்ன ஏதோ ஸ்நாக்ஸ் எல்லாம் இங்கே கூட வாங்கியிருக்கோம்.
இப்போ பார்த்தா ஒன்றுமே இல்லை. இனிமேல் ரோடு வந்த அளவுக்கு நல்லா இருக்காது. இங்கே ஒரு கோயில். ഇതൊരു കൊടിമരം പുതിയതായിട്ടുണ്ടാക്കുന്നുണ്ടെന്ന്. പ്രതിഷ്ഠ. നല്ല കൂറ്റൻ മുളകളാണ്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ റൂട്ടിങ്ങനെ അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്. വലിയ കുണ്ടും കുഴിയൊന്നുമില്ല. മൺപാതയാണ്. ഇവിടുന്ന് ഇനി 4 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ജമുനമരത്തൂറിന് വന്ന ആ മെയിൻ റോഡിൽ ചെല്ലും. 4 കിലോമീറ്റർ ആണ്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ഷെയ്ഡൊക്കെ ഉണ്ട്. ഫുള്ള് ഈറ്റയാണ്. ഈറ്റക്കാടുകളാണ് ചുറ്റും. എല്ലാം കൃഷിഭൂമിയൊക്കെയാണ്. ചിലയിടത്ത് സൈക്കിൾ തള്ളാനേ പറ്റുള്ളൂ, ചവിട്ടാൻ പറ്റത്തില്ല. അതുപോലെ നല്ല സ്റ്റീപ്പാണ്. ഇനി ഒരു 3 കിലോമീറ്ററൂടെ പോയാൽ മെയിൻ റോഡ് വരുമെന്ന് തോന്നുന്നു. ഓ, ഇവിടെ രക്ഷയില്ല. പെടല സിസ്റ്റം ഇട്ടിട്ടൊന്നും കാര്യമില്ല. ഇവിടെ നല്ല കയറ്റവും പൂരി മണ്ണുമാണ്. ഇത് കയറാൻ പാടാം. തള്ളിക്കയറ്റുക എന്നുള്ള മാർഗമുള്ളൂ. മോട്ടോർ സൈക്കിൾ ഇറങ്ങി പോയനെ. കുറച്ച് കയറുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ തള്ളേണ്ടി വരാം. ഇനിയിപ്പോൾ കുറച്ച് പാറക്കല്ലുകളാണ്. ഓ, വയ്യ. തള്ളി തന്നെ കയറ്റാം. അപ്പോൾ നമ്മളൊരു കയറ്റം കയറി ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ നല്ല റോഡ് പോലെ കണ്ടിട്ട് തോന്നുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നല്ല ക്ലൈമ്പാണ്. കയറ്റം നല്ല കയറ്റമാണ്. മെയിൻ റോഡ് ആവുന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ആവുന്നില്ല. ഇനിയുണ്ടെന്ന് തോന്നുന്നു 1 കിലോമീറ്റർ ചില്ലറ. നല്ല കയറ്റമുണ്ട്. ചവിട്ടുന്ന സ്ഥലവും ഉന്തേണ്ട സ്ഥലമൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. 1/2 കിലോമീറ്റർ ഉള്ളതാണ് GPS പറയുന്നത് മെയിൻ റോഡിലേക്ക്. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. സമയം ഏതാണ്ട് 1 മണിയാകുന്നു. 1 മണിയായി എന്ന് തന്നെ പറയാം. അങ്ങനെ വീണ്ടും നമ്മൾ കുറച്ച് ടാറുള്ള റോഡിൽ വന്നു. അപ്പം മെയിൻ റോഡ് അടുക്കാറായെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചെറിയ വഴിയിലൊക്കെ ടാറിങ് വന്നത്. പോയി നോക്കാം. അങ്ങനെ നമ്മൾ മെയിൻ റോഡ് എത്തിയിരിക്കുകയാണ് ഗൈസ്. നോക്കൂ ഗൈസ്, മെയിൻ റോഡ് വന്നു ഗൈസ്. ഇവിടെ നിന്ന് ഇനി ഒരു 14 കിലോമീറ്റർ പോയാൽ വാൻ കിടക്കുന്നിടത്ത് ചെല്ലാം എന്നാണ് തോന്നുന്നത്. Successfully came to the main road. അങ്ങനെ നമ്മൾ
മെയിൻ റോഡിൽ കയറി ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് ഇനിയും 10 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ വാൻ കിടക്കുന്ന സ്ഥലത്ത് വരാൻ പറ്റും. 10 കിലോമീറ്ററാണ് ഇനിയത്തെ ടാർഗറ്റ്. കുഴപ്പമില്ല, ചെറിയ ഗിയറിലൊക്കെ ഇട്ടാണെങ്കിൽ കുഴപ്പമില്ലാതെ ചവിട്ടാൻ പറ്റുന്നുണ്ട്. കാവലൂർ 17 കിലോമീറ്റർ, ചെങ്കം 42 കിലോമീറ്റർ. ரோலிங் வந்தாலே நம்ம சும்மா உட்காரும்ல, அப்புறம் பெடல் எல்லாம் பண்ண மாட்டோம். ഫ്രഷ് പണിയാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു 4 എണ്ണം മേടിച്ചു. பிரசாந்தி இங்கே வந்து இடம் பிடிச்சாச்சு. சுடா பணியாரம் 2 சாப்பிடு, கரெக்டாக இருக்கும். തിരിച്ച് ഓൾമോസ്റ്റ് ചെമ്മനമരത്തൂരിൻ്റെ സൈഡിലെത്തി. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്നു. ഇതാണ് രാവിലെ ഈ ബസ് സ്റ്റാൻഡ്, രാവിലെ കഴിച്ച സ്ഥലം, ബേക്കറി. അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് രാവിലെ 8:15 ആരംഭിച്ചു. 3 മണിയോടുകൂടെ തിരിച്ച് വാൻ വിട്ട സ്ഥലത്തെത്തി. AC ഒക്കെ ഇട്ട് വാനെ കിടന്ന് ഒരു മണിക്കൂർ ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോഴത്തേക്കും ഒന്ന് ഫ്രഷ് ആവാം. സൈക്കിൾ ഇവിടെ തന്നെ ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഗുഡ്. അപ്പം നമ്മൾ ക്യാമ്പിങ്ങിന് വേണ്ടി ഇന്ന് വന്നത് ഇവിടുത്തെ ഉള്ളൊരു ചെറിയൊരു ഗസ്റ്റ് ഹൗസ് പോലെ ഫോറസ്റ്റിൻ്റെ. കാരണം വേറെ ഫ്രഷ് ആകാൻ റൂമൊന്നുമില്ല, ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഡോർമെട്രി. ആരും ഇല്ലാതെ ഡോർമെട്രിയിൽ 500 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂം യൂസ് ചെയ്യാം. പുതിയ ബിൽഡിങ് ആയതുകൊണ്ട് നീറ്റാണ്, ക്ലീനാണ് ബാത്റൂമൊക്കെ. അപ്പം അവിടെ വാഷൊക്കെ ചെയ്ത് ക്ലീനൊക്കെ ചെയ്തിട്ട് പതുക്കെ ക്യാമ്പ് കുക്ക് ചെയ്യാനുള്ള സാധനമൊക്കെ മേടിച്ച് വണ്ടിയെ കുക്ക് ചെയ്യാന്നുള്ള പരിപാടിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ അടുത്തൊരു ലേക്കൊക്കെ ഉണ്ട്, ബോട്ടിങ്ങൊക്കെ ഉള്ള ചെറിയൊരു ലേക്ക്. വൈകുന്നേരം ആയതുകൊണ്ട് വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ചെറിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു ശാന്തമായ സ്ഥലമാണ്, ചെറിയൊരു തീരെ ചെറുതല്ല, അത്യാവശ്യം വലുപ്പമുള്ളൊരു ലേക്കാണ്. ബോട്ടിങ് സാറ്റർഡേ ആയിട്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ വണ്ടി സേഫായിട്ട് അകത്ത് പാർക്ക് ചെയ്തു. ഇതാണ് ഗസ്റ്റ് ഹൗസ്, ഫോറസ്റ്റിൻ്റെ ആണ്. 500 രൂപ ഡോർമെട്രി ബെഡിന്. AC റൂമാണെങ്കിൽ 2500 അവിടെ എടുത്തു. അതിൽ തന്നെ ചെറിയൊരു കടയൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തം നമ്മളോട് ഒരു 50 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടിന്ന്. കുഴപ്പമില്ലായിരുന്നു. കുറച്ച് നാൾ കൂടിയാണ് ഒരു സൈക്കിൾ ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് കാലിനൊക്കെ ഒരു കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. എന്നാലും വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും റിലാക്സ് ആയി. അങ്ങനെ സൈക്കിളിന് അങ്ങനെ മെക്കാനിക്കൽ ട്രബിൾസ് ഒന്നും വന്നില്ല, ടയർ പഞ്ചറായില്ല. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചവിട്ടാനുള്ള ബുദ്ധിമുട്ടൊഴിച്ച് വേറെ ക്ലേശങ്ങളൊന്നും ഇല്ലായിരുന്നു. വിജയകരമായി തന്നെ ട്രിപ്പ് സമാപിച്ചു. അപ്പോൾ ഇനി ഇടയ്ക്ക് ഇതുപോലത്തെ കൂടുതൽ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യാനുള്ളൊരു മോട്ടിവേഷനായി. 2 പട്ടി വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഫുഡ് കിട്ടുമെന്നുള്ളതായിരിക്കും. എന്നാ വെയിറ്റിങ്ങാ, വെയിറ്റ് പണ്ണ. Ready for bread and chicken.
അങ്ങനെ ഫൈനലി ഹാഫ് ആൻ അവർ കൊണ്ട് ചിക്കൻ റെഡിയാക്കി. അല്ല, ഹാഫ് ആൻ അവർ അല്ല, ഒരു 45 മിനിറ്റ്സ് എടുത്തായിരുന്നു. കുഴപ്പമില്ല. രാവിലത്തെ ലേക്കിൻ്റെ മനോഹരമായ വ്യൂ ആണ്. ബോട്ടിംഗ് ഒക്കെ ഉള്ള ലേക്കാണ്. ബോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 9 മണി കഴിയുമെന്ന് തോന്നും. നടുക്കൊരു ചെറിയ ഐലൻഡ് പോലെയുണ്ട്. രാവിലെ പുറപ്പെടാനുള്ള സമയമാകുന്നു. വണ്ടിയെല്ലാം പാക്ക് ചെയ്തു. സൈക്കിളെല്ലാം വാനിൽ കയറ്റി വെച്ചു. കുറച്ച് ലഗേജ് ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പുറപ്പെടാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഒരു വീക്കെൻഡിലെ ജവാദു സൈക്ലിംഗ് വിശേഷങ്ങൾ. ഈ സൈക്കിൾ ട്രിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.